ഞാൻ സംസാരിച്ച നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റഡി. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എല്ലാവരും നോക്കിയിരുന്ന ഐറ്റം, അതായത് ഇതിൻ്റെ പ്രൈസ് കൊണ്ട് നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് വന്നേക്കുന്ന കേട്ടോ. നല്ല ഫാബ്രിക്, അതായത് ബനാറസി ഐറ്റം തന്നെയാണ്. ഭയങ്കര റേറ്റ് കുറച്ചിട്ടാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത്. എന്തായാലും എല്ലാ പ്രാവശ്യം നമുക്ക് 2000 എബോവ് ആണ് ഈ ഒരു മോഡൽ വരാറുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം വളരെ റീസണബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പം ഇതൊക്കെ എടുക്കാൻ നോക്കിയിരുന്നവർ ധൈര്യമായിട്ട് പെട്ടെന്ന് തന്നെ എടുത്തു. ഒത്തിരി പീസ് ഉണ്ടോ എന്നറിയില്ല. അപ്പം കിട്ടുന്നത് ആ ഒരു അവൈലബിലിറ്റി കിട്ടിയ ഒത്തിരി താമസിക്കാതെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് തരണം കേട്ടോ. അത് കഴിഞ്ഞെങ്കിൽ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബുക്കിങ്ങിൽ നിന്ന് ആ ഒരു ഐറ്റം നെക്സ്റ്റ് ആളിലേക്ക് പോകും. അപ്പം അത് നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങളുടെ ടൈം കഴിഞ്ഞ് പോയിട്ട് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഫോട്ടോ അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ. കാരണം നമുക്ക് ഓട്ടോമാറ്റിക് സിസ്റ്റം ആയതുകൊണ്ടാണ് ചിലത് എക്സ്പയർ ആയിപ്പോകും ഇത്ര ടൈം കഴിയുമ്പോഴത്തേനും. അപ്പോൾ ഇടയ്ക്കൊക്കെ നോക്കിയിട്ട് ഇൻ കേസ് എക്സ്പയർ ആയെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ ഒന്നുകൂടെ ഫോട്ടോ എടുത്തിട്ടാൽ മതി. കുറച്ച് സമയത്തിന് നിങ്ങളുടെ നമ്പറിലോട്ട് അത് ബുക്കായി കിടക്കും. അതുകൊണ്ട് ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നല്ല ഒരു ഓണിയൻ പിങ്കിൻ്റെ ഡാർക്കർ ടോൺ, എവിടേക്കോ ഒരു ലാവൻഡർ ഷെയ്ഡ് കയറി വരുന്നുണ്ട്. നല്ല റെയർ ആയിട്ടുള്ള നല്ല കോമ്പിനേഷൻ ആട്ടോ. മാത്രമല്ല ഇതിൻ്റെ ഡിസൈൻ, ആ ഒരു വീവിങ് പാറ്റേൺ ഭയങ്കര ബ്യൂട്ടിഫുൾ. നമ്മൾ നോർമലി വരുന്നേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഭംഗി കൂടുതലുണ്ട്. ഫ്രണ്ട് പോർഷനിൽ ഒരു ഫ്ലോറൽ ടൈപ്പ് ഡിസൈനാണ്. ബാക്കി ഫുള്ള് ആ ഒരു ഫ്ലവർ പാറ്റേണിൽ വീവിങ് മൊത്തം നമുക്ക് ആ ബനാറസി വരുന്ന പോലെ തന്നെ സെയിം രീതി തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ദുപ്പട്ടയുടെ ബോർഡറിലും നല്ല ഹെവി ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട്. സെയിം ഓൾമോസ്റ്റ് സെയിം തന്നെ പാറ്റേൺ ആട്ടോ. ആ ഒരു മെറ്റീരിയലിന് നമുക്ക് ടച്ച് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും സെയിം തന്നെ രീതിയിലായിരിക്കണം. എനിക്കൊന്ന് കുറച്ചുകൂടെ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പം ഉണ്ടാവും ഇത്. മറ്റേത് കുറച്ച് സോഫ്റ്റ് മെറ്റീരിയലാണ്. ഒറിജിനലായിട്ട് ആകുമ്പോഴത്തേനും ഷാമ്പു വാഷ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇത് നമുക്ക് ഷാമ്പു വാഷ് തന്നെ കുറച്ചുകൂടെ നമുക്കൊരു അത്ര സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. കളറാണല്ലോ അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. മറ്റേ നമ്മൾ ഡ്രൈ വാഷാണ് പറയാറ്. ഇത് നമുക്ക് നോർമൽ ഷാമ്പു വാഷ് ചെയ്യാൻ കുഴപ്പമില്ല. ബോട്ടം സാറ്റിൻ സിൽക്ക്, നമ്പർ വരുന്നത് AJ 304, റേറ്റ് 1690 രൂപയുള്ളൂ. 1690. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല ബ്ലൂ കളറാണ് കേട്ടോ. ഭയങ്കര അടിപൊളി കളറാണ്. അപ്പോൾ ഇതിനും സെയിം തന്നെ വീവിങ് ആട്ടോ പോയിരിക്കുന്നത്. അത്യാവശ്യം ഹെവി ഫീൽ തോന്നിക്കുന്ന ഒരു ഐറ്റമാണ്. സിൽക്ക്, അതായത് ടസറിന് പകരമൊക്കെ നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് 2000 മേളിൽ റേഞ്ച് പറയുകയുള്ളൂ. അത്രയും നല്ല ഗ്രാൻഡ് ഐറ്റം ആട്ടോ. അപ്പോൾ ഇതിനകത്ത് കളേഴ്സ് നിങ്ങൾ നോക്കിയോ, എല്ലാം നല്ല നല്ല ഷെയ്ഡ്സാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് AJ 301, റേറ്റ് 1690. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തൊരു റെഡ് പോലെ കാണിക്കുമായിരിക്കും. ഭയങ്കര റെഡ് അല്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീച്ച് മിക്സഡ് റെഡ് കളറാണ്. ടൊമാറ്റോ റെഡ് അല്ല, പീച്ചിൻ്റെ തന്നെ ഒരു കോമ്പിനേഷനേ പറയാൻ പറ്റുള്ളൂ. പീച്ചിൻ്റെ കുറച്ച് ഡാർക്ക് റെഡ് മിക്സഡ് കളറ്. നോർമൽ റെഡ് പോലെ ചിലപ്പം ചിലരുടെ ഫോണിൽ കാണിക്കുമായിരിക്കും. റെഡ് അല്ല കേട്ടോ, പീച്ചിൻ്റെ തന്നെ ഒരു ഡാർക്ക് റെഡ് മിക്സഡ് ടോണാണ്. അപ്പോൾ ഇതിലും ബാക്കി എല്ലാം വീവിങ്ങും ഒക്കെ സെയിം തന്നെയാണ്. നല്ല ഗ്രാൻഡ് ലുക്കാട്ടോ. നിങ്ങൾക്കിത് ഉറപ്പായിട്ട് നിങ്ങളൊരു ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നെല്ലാവരും നോക്കും. അത്രയും രസമുള്ള ഷെയ്ഡ്സാണ്. ഷെയ്ഡ്സും ഡിസൈനും എല്ലാം നല്ല ഗ്രാൻഡാണ്. ചിലപ്പോൾ ഈ ഒരു വീവിങ്ങിൽ വെട്ടൊടിയുമ്പോൾ കുറച്ച് തിളക്കം കൂടുതൽ കാണിക്കും. ഒരുപാട് ഓവർ തിളക്കമൊന്നുമില്ല കേട്ടോ. നോർമൽ രീതിയിൽ നമുക്ക് ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് മാത്രമേ കൊടുത്തുള്ളൂ. കളേഴ്സ് അത്യാവശ്യം നല്ല തെളിച്ചുള്ള കളേഴ്സാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, റെഡ് അല്ല, കുറച്ച് പീച്ച് മിക്സഡ് ഷെയ്ഡാണ് കേട്ടോ. ബോട്ടം സെയിം കളർ, റെഡ് പോലത്തെ ആ ഒരു മിക്സഡ് കളർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമ്പർ AJ 302, റേറ്റ് 1690. അടുത്ത ഷെയ്ഡ്, ഇതും എല്ലാവരും തന്നെ ഫേവറേറ്റ് കളറുകളിലൊന്നാണ്. ഇത് ലാവണ്ടറിൻ്റെ നല്ല ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. വ്യത്യാസമൊന്നുമില്ല. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം ഒരു ഹെവി ഫീൽ തരുന്ന ഒരു സെറ്റാണിത്. നല്ല ഫങ്ഷൻ ബേസ്ഡ് ആയിട്ട് തന്നെ എടുത്താൽ മതി. അല്ലാതെ വാഷ് ചെയ്യാനും കുഴപ്പമില്ല. എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫംഗ്ഷന് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. ബാക്ക് സൈഡിൽ പ്ലെയിനാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്കൊരു സോഫ്റ്റ് ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ്. നമ്മൾ നോർമൽ ബനാറസിയേക്കാളും ആ ഒരു മെറ്റീരിയൽ ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ സോഫ്റ്റ് തന്നെയാണ് മെറ്റീരിയൽ. ഫുൾ ആ ഒരു വീവിങ് കൊടുത്തിട്ടുണ്ട്. ബോട്ടം സാറ്റിൻ സിൽക്ക്, കുറച്ചൊരു ലൈറ്റാണ്. ഇട്ട് വരുമ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നല്ലതായിരിക്കും. പിന്നെ നമ്പർ AJ 303, റേറ്റ് 1690. ഇതിൻ്റെ അകത്തെ അടുത്ത ഷെയ്ഡ് എനിക്ക് തോന്നുന്നു 5 ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു അല്ലേ. 5ാമത്തെ കളറും നല്ല ഒരു ഗ്രീൻ്റെ ഷെയ്ഡാണ്. ഏതാണെന്നുള്ളത് പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ. കാരണം എല്ലാം നല്ല നല്ല ഷെയ്ഡ്സാണ്. ഭയങ്കര കൺഫ്യൂസിങ്ങാണ്. കാരണം നല്ല ഷെയ്ഡിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഫുൾ വീവിങ് ആട്ടോ. ഒത്തിരി ഓവർ തിളക്കമൊന്നും അല്ല. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ലൈറ്റായിട്ടുള്ളൊരു ഗോൾഡൻ വീവിങ് മാത്രമേ ഉള്ളൂ. ബോട്ടം ഇച്ചിരി ലൈറ്റ് ഷെയ്ഡിൽ സാറ്റിൻ സിൽക്കിൻ്റെ കൂടിയ മെറ്റീരിയലാണ്. നമ്പർ AJ 300, റേറ്റ് 1690.